കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി മികച്ച കുടുംബശ്രീ സംരംഭങ്ങൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ വയനാട് ജില്ലാതല വിതരണം നടന്നു. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മാനന്തവാടി നിയുക്ത MLA ഉഷ വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വയനാട് ജില്ലയിൽ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ 10 കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളാണ് കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനന്തവാടി നിയുക്ത MLA ഉഷ വിജയൻ, കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ P വിശ്വനാഥനും ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു. ബെത്താഗുഡൈ പൈതൃക നെൽവിത്ത് കേന്ദ്രമാണ്. കറി പൗഡർ തവനി വയനാട്, നൂറാങ്ക് ഗ്രൂപ്പ് ഇരുമ്പുപാലം വയനാട്, സൂര്യ കോഫി ആൻഡ് കറി പൗഡർ ഒമേഗ നാട്ടുവൈദ്യമാണ്. കേണിച്ചിറ താഴമുണ്ട ആയുർഗ്രാമമാണ് തിരുനെല്ലി വയനാട്. രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുൻപ് കുടുംബശ്രീയുടെ സെക്രട്ടറി ആയാണ് താൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നതെന്ന് മാനന്തവാടി MLA ഉഷ വിജയൻ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമായി കുടുംബശ്രീ മാറിയിരിക്കുന്നതെന്നും അവരെ ആദരിക്കുന്ന ഈ വേദിയിലെത്താൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും MLA പറഞ്ഞു. കേരള വിഷനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കേരള വിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്ന സേവനത്തെക്കുറിച്ചുമൊക്കെ പരസ്യങ്ങളിലും അതേപോലെ നമ്മളത് അനുഭവിച്ച ആളുകളുമാണ്. ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുമ്പ് കുടുംബശ്രീയുടെ സെക്രട്ടറി ആയിട്ടാണ് ആദ്യമായിട്ട് ഒരു പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോഴും ഞാൻ കുടുംബശ്രീ അംഗം തന്നെയാണ്. കുടുംബശ്രീയിലെ പ്രവർത്തനങ്ങളുമൊക്കെ വർഷങ്ങളായിട്ട് സ്ത്രീകൾ നേരിട്ട് ഇടപെടുന്ന ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമായിട്ട് കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തകർക്ക് കേരള വിഷൻ നൽകുന്ന അവാർഡ് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ P വിശ്വനാഥൻ പറഞ്ഞു. നമ്മുടെ കുടുംബശ്രീകൾക്ക് വേണ്ടി ഇവിടെ കേരള വിഷൻ നൽകുന്ന അവാർഡ് വിലമതിക്കാൻ കഴിയാത്ത ഒരു അവാർഡുകളാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്ത്രീ എന്നാൽ നമുക്കറിയാം, അമ്മയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്. കുടുംബം തന്നെ ഒരു സ്ത്രീ. അതിലാണ് കുടുംബശ്രീ എന്ന വാക്ക് പോലും വന്നിട്ടുണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ലഭിച്ച 150-ൽ പരം എൻട്രികളിൽ നിന്നും വിദഗ്ധരടങ്ങിയ ജൂറി പാനൽ നേരിട്ട് പരിശോധിച്ച് തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകിയത്. സ്നേഹദീപം അമൃതം ഫുഡ്സ് വെള്ളമുണ്ട, SM ലേഡീസ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് കണിയാമ്പറ്റ, സ്വീറ്റ് ഹൗസ് കേക്ക്സ് വൈത്തിരി വയനാട്, സ്വാതി കറി പൗഡർ തവനി നെന്മേനി വയനാട്, നൂറാങ്ക് ഗ്രൂപ്പ് ഇരുമ്പുപാലം തിരുനെല്ലി, സൂര്യ കോഫി ആൻഡ് കറി പൗഡർ വടുവൻചാൽ, ബെത്താഗുഡൈ പൈതൃക നെൽവിത്ത് കേന്ദ്രം തിരുനെല്ലി, ഒമേഗ നാട്ടുവൈദ്യം താഴമുണ്ട കേണിച്ചിറ ആയുർഗ്രാമം തിരുനെല്ലി, ഫീനിക്സ് കുടുംബശ്രീ ചെറുകാട്ടൂർ പനമരം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. അനിൽ മംഗലത്ത് സാറാണ് ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് നൽകുന്നത്. മെഡൽസ് നൽകുന്നത് മിന്നുമണിയും സജിനയും ചേർന്നിട്ടാണ്. ഡിസ്ട്രിക്ട് ട്രഷറർ COA ജോമേഷ് ക്യാഷ് പ്രൈസ് കൂടി നൽകുകയാണ്. വനിതാ IPL ക്രിക്കറ്റ് താരങ്ങളായ മിന്നുമണിയെയും സജ്ന സജീവിനെയും ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്തും കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MD K ഗോവിന്ദനും ചേർന്ന് ആദരിച്ചു. സജീവൻ സജ്ന വയനാടിൽ നിന്നും ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. മിന്നുമണി സംഘാടക സമിതി ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD അനിൽ മംഗലത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജയചന്ദ്രൻ K, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ ഷുക്കൂർ കോളിക്കര, സുരേഷ് ബാബു, നിസാർ ബാബു, സുബ്രഹ്മണ്യൻ, യെല്ലോ ക്ലൗഡ് ചെയർമാൻ ശിവപ്രസാദൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമ, സീരിയൽ, സംഗീത മേഖലകളിലെ പ്രമുഖരായ സൗപർണിക, സുഭാഷ്, ഷാഹിദ് കൊടുവള്ളി, സജിത ബേട്ടി, സുർമി, നിസാർ മാമുക്കോയ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാസന്ധ്യയും അരങ്ങേറി. പരിമള ഗാത്ര
കേരള വിഷൻ ന്യൂസ്, വയനാട്.